ഓം ഗം ഗണപതേ നമ ഗും ഗുരുഭ്യോ നമ സം സരസ്വതേ നമ ഓം ശ്രീ മഹാദേവേ നമ. നമസ്കാരം. ദ്രേക്കാണ സ്വരൂപങ്ങളാണ് നമ്മൾ സ്വാധ്യായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 21 ദ്രേക്കാണം കഴിഞ്ഞു. അതായത് ഒരു രാശിക്ക് 3 ദ്രേക്കാണ പ്രകാരം തുലാം രാശി വരെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വൃശ്ചികത്തിൻ്റെ ആദ്യ രാശിയാണ് നോക്കേണ്ടത്. അപ്പോൾ വൃശ്ചികം ആദ്യ ദ്രേക്കാണത്തിനെ ഒന്ന് നോക്കാം. വസ്ത്രൈർവിഹീനാഭരണൈശ്ച നാരീ മഹാസമുദ്രാത് സമുവൈദികൂലം സ്ഥാനച്യുതാ സർപ്പനിബന്ധപാദ മനോരമാ വൃശ്ചികരാശിപൂർവ. വൃശ്ചികരാശിയുടെ പൂർവം വൃശ്ചികമാകുന്ന രാശിയുടെ ആദിദ്രേക്കാണം. വേർപ്പെട്ടിരിക്കുന്നവളാണ് നാരി എന്ന് പറഞ്ഞ സ്ത്രീ. മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ മഹത്തായിരിക്കുന്ന സമുദ്രം, വലുതായിരിക്കുന്ന സമുദ്രത്തിൽ കൂലം വക്ക്. സ്ഥാനച്യുത സ്ഥാനത്തിങ്കൽ നിന്ന് ചുതിയായവൾ, ഭ്രഷ്ടയായവൾ. സർപ്പനിബന്ധപാദ സർപ്പനിബന്ധമായിരിക്കുന്ന പാദത്തോടു കൂടിയവൾ. സർപ്പനിബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്പത്താൽ ചുറ്റിയിരിക്കുന്നു, കെട്ടിയിരിക്കുന്നതായ മനോഹര. വൃശ്ചിക രാശിയുടെ ആദ്യ ദ്രേക്കാണം വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും കൂടാത്തവളായും, അതായത് വളരെ ദുഃഖം, ദാരിദ്ര്യം ഇതെല്ലാം പറയാം. സമുദ്രത്തിൻ്റെ നടുവിൽ നിന്ന് വക്കത്തേക്ക് വരുന്നവളായും, സ്ഥാനഭ്രഷ്ടയായും, സർപ്പത്താൽ ബന്ധിക്കപ്പെട്ട കാലുകളോട് കൂടിയവളായും, മനോഹരമായിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം പോലെ ഇരിക്കുന്ന രൂപത്തോടു കൂടിയവളും അവളുമാകുന്നു. ഇതിൻ്റെ രാശ്യാധിപൻ ചൊവ്വ തന്നെയാണ്. ഒന്നാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ അതേ രാശ്യാധിപനാണ്. അപ്പോൾ വൃശ്ചികം ആദ്യ ദ്രേക്കാണത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അപ്പോൾ ഇവിടെ സർപ്പദ്രേക്കാണാണ്, ജലചരദ്രേക്കാണമാണ്, മനുഷ്യദ്രേക്കാണമാണ്, ബന്ധനം കാണിക്കുന്ന ദ്രേക്കാണമാണ്. ഇത്രയും ഇതിലുണ്ട്. തൻ്റെ സ്ഥാനത്ത് നിന്ന് ഭ്രംശം വന്നിരിക്കുകയാണ് അവൾക്ക്. പിന്നെ അതുമാത്രമല്ല, സകല വസ്ത്രങ്ങളും നഷ്ടപ്പെട്ട് സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എത്താൻ, അതായത് വളരെ കഷ്ടപ്പെട്ട് നല്ലൊരു നിലയിലേക്ക് എത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സുന്ദരിയായ സ്ത്രീക്ക് നല്ല സുഖഭോഗമുള്ളൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ സൗന്ദര്യം നിലനിർത്താൻ പറ്റില്ലല്ലോ. ആ സ്ഥിതിയിൽ നിന്ന് നാശകരമായ മാറ്റം വന്നിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും പോലും നഷ്ടപ്പെട്ടിട്ട് ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ, ആരും രക്ഷിക്കാനില്ലാത്ത നടുക്കടലിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ജീവൻ രക്ഷിക്കാനായിട്ട് കരയിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശത്രുദോഷങ്ങൾ, ബാധാദോഷങ്ങൾ, ചതി, വഞ്ചന, അപമാനം, ദുരിതം, അതുപോലെ മറ്റുള്ളവരുടെ കയ്യേറിയിട്ട് അടക്കി വെച്ചിട്ടുണ്ടാവുക, ഉപദ്രവിച്ചിട്ടുണ്ടാവുക, എല്ലാം സംഭവിച്ചിട്ടാണ് ഈ സ്ഥിതിയിൽ വന്നിട്ടുള്ളത്. രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ട്, പക്ഷേ കാലദോഷാധിക്യം കൊണ്ട് കാലിൽ പാമ്പ് ചുറ്റിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നടുക്കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം അവൾക്കുണ്ട്. അപ്പോൾ അത് ബന്ധനത്തെയും കാണിക്കുന്നു. മാത്രമല്ല, ആ കടൽ എന്ന് പറഞ്ഞാലോ, സ്രാവുകളും മറ്റുള്ള കടലിൽ കാലുകൾ കെട്ടിയിട്ടാൽ രക്ഷപ്പെടുവാൻ വലിയ കഷ്ടമാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. മനോരമയായ സ്ത്രീയാണ്, സൗന്ദര്യമുള്ള സ്ത്രീയാണ്. പക്ഷേ ആരും നോക്കാനില്ലാത്ത ആയതുകൊണ്ട് ആ സൗന്ദര്യത്തിന് കാര്യമൊന്നുമില്ല. സൗന്ദര്യം ആരും ഗൗനിക്കാനില്ലെങ്കിൽ പിന്നെ ആ സൗന്ദര്യത്തിന് കാര്യമൊന്നുമില്ല. മാത്രമല്ല, വിഷം, ജലം, കയറ് എന്നിവ കൊണ്ടുള്ള മരണം ഈ രാശിയിൽ ഗുളിക സംബന്ധം കൊണ്ട് പറയാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രശ്നത്തിൽ വിഷം, ജലം, കയറ് എന്നിവ കൊണ്ടുള്ള മരണം ഈ രാശിയിൽ ഗുളിക സംബന്ധം കൊണ്ട് പറയാം. ഇവിടെ നോക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങളുടെ അത്രയും സംഖ്യ അപമൃതി പ്രേതങ്ങളെയും പറയാവുന്നതാണ്. ഇവിടെ നോക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങളുടെ അത്രയും സംഖ്യ അപമൃതി പ്രേതങ്ങളെയും പറയാവുന്നതാണ്. ഈ ദ്രേക്കാണത്തിൽ ശുഭസംബന്ധം ഉണ്ടായാൽ മാത്രമേ രോഗപ്രശ്നത്തിൽ രോഗി രക്ഷപ്പെടും എന്ന് പറയാനുള്ളൂ. എന്തെങ്കിലും ഒന്നുകിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയോ അല്ലെങ്കിൽ ശുഭഗ്രഹ ദൃഷ്ടിയൊക്കെ ഉണ്ടാവണം. സ്ഥിരരാശി ആയതിനാൽ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം കിടന്നായിരിക്കും കഷ്ടപ്പെടുക. അപ്പം അതുകൂടാതെ ഇപ്പോൾ രോഗപ്രശ്നമാണെങ്കിൽ വളരെ കാലം കിടക്കും എന്ന് പറയേണ്ടി വരും. ശുഭസംബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ദ്രേക്കാണാധിപൻ ചൊവ്വയ്ക്ക് പാപസംബന്ധങ്ങൾ ഉണ്ടായാലും രോഗി ദീർഘകാലം കിടന്നതിന് ശേഷം മരിക്കുമെന്ന് പറയണം. ഇതാണ് രോഗപ്രശ്നത്തിൽ ഈ ദ്രേക്കാണം ഉദിച്ചാൽ ശ്രദ്ധിക്കേണ്ടത്.
ഈ ദ്രേക്കാണത്തിന് പാപസംബന്ധങ്ങൾ വന്നാൽ വിചാരിച്ച കാര്യം നടക്കുകയില്ല എന്ന് പറയാം, നാശം സംഭവിക്കുമെന്ന് പറയാം. അതുമാത്രമല്ല, രാശിയുടെ സ്വരൂപം തേളാണ്. അപ്പോൾ ഈ ദ്രേക്കാണത്തിൽ വിഷദോഷം ഉള്ളതിനാലും ദ്രേക്കാണാധിപൻ ചൊവ്വയായതിനാലും വിഷദോഷം എല്ലാ പ്രശ്നത്തിലും പറയാവുന്നതാണ്. കേസുകളിലും ശത്രുതയിലും പ്രശ്നങ്ങളിലും ബന്ധനം പറയാവുന്നതാണ്. അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ദ്രേക്കാണമാണിത്. വസ്ത്രൈർവിഹീനാഭരണൈശ്ച നാരി മഹാസമുദ്രാത് സമുപൈതികൂലം സ്ഥാനച്യുതാ സർപ്പനിബന്ധബാധ മനോരമാ വൃശ്ചികരാശിപൂർവ. ഓം നമഃ ശിവായ.